വർഷത്തിന് ശേഷവും ദുരന്തഭൂമിയിലെ യാത്ര സമാനമായി തുടരുകയാണ്. ദേശീയപാതയിൽ ഏത് നിമിഷവും നിലം പതിക്കാൻ സാധ്യതയുള്ള വൻമലകൾക്കിടയിലൂടെ ഭീതിയോടെയാണ് ഡ്രൈവർമാർ കടന്നുപോകുന്നത്. അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും മറ്റൊരു ദുരന്തത്തെ വിളിച്ചു വരുത്തുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ലംബാകൃതിയിൽ മുറിച്ചു നിർത്തിയ വലിയ പാറക്കെട്ടുകളിലൂടെ ജീവൻ പണയം വെച്ചാണ് ഡ്രൈവർമാർ കടന്നു പോകുന്നത്. ഇരുവശങ്ങളിലെ മലനിരകളിൽ നിന്നുള്ള നീർച്ചാൽ അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ്. ശുദ്ധജലത്തിനായി ലോറി ജീവനക്കാർ പാതയോരത്ത് തങ്ങുന്നതും ദേശീയപാതയിലെ പതിവ് കാഴ്ചയാണ്. മണ്ണിടിച്ചിൽ ദുരന്തത്തിനു ശേഷം പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം സർക്കാർ ഒഴിപ്പിച്ചു. പാതയോരത്ത് അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദുരന്തഭൂമിയിൽ സന്ദർശകർക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 16-നാണ് ദേശീയപാത 66-ൽ അങ്കോളയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. മലയാളി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. വർഷം 1 കഴിഞ്ഞിട്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാനോ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനോ ദേശീയപാത അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഈ ദേശീയപാത 66-ൽ കഴിഞ്ഞ വർഷത്തെ അതേ സാഹചര്യം തന്നെ നിലനിൽക്കുമ്പോഴും ഈ അപകടമുണ്ടായ ഈ സാഹചര്യത്തിൽ പോലും വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ഷിരൂർ.